തൻ്റെ 13ാമത്തെ വയസ്സിൽ ഉപ്പയെ സഹായിച്ചുകൊണ്ട് സോഡ വിതരണ മേഖലയിലേക്ക് ഇറങ്ങിയതാണ് ചാലിയാറുകാരുടെ സ്വന്തം സോഡ കുഞ്ഞാപ്പ എന്ന ഷൗക്കത്ത് അലി. നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ ഷൗക്കത്ത് അലിയുടെ പിതാവ് മുഹമ്മദിന് സോഡ നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ നിർമ്മിക്കുന്ന സോഡ ചാലിയാർ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന ചുമതല പിതാവ് ഷൗക്കത്ത് അലിയെ ഏൽപ്പിച്ചു. സൈക്കിളിൽ തങ്ങളുടെ ദാഹമകറ്റാൻ സോഡയുമായെത്തുന്ന ഷൗക്കത്ത് അലി പതിയെ നാട്ടുകാർക്ക് കുഞ്ഞാപ്പയായി. ക്രമേണ സോഡ കുഞ്ഞാപ്പയായി. അവിടുന്നും വളർന്ന് ചാലിയാറുകാരുടെ കുഞ്ഞാപ്പ വിളി ഇന്ന് ഷൗക്കത്ത് അലിക്കും അഭിമാനമാണ്. ആദ്യം സൈക്കിളിൽ സോഡ വിതരണം നടത്തിയ കുഞ്ഞാപ്പ കാലക്രമത്തിൽ കാലമനുശാസിക്കുന്ന മാറ്റങ്ങളെല്ലാം തൻ്റെ വാഹനത്തിലും വരുത്തി. MIT, ഓട്ടോറിക്ഷ, അങ്ങനെ വാഹനങ്ങൾ പലതും മാറിയെങ്കിലും കുഞ്ഞാപ്പയുടെ സോഡ മാത്രം മാറിയില്ല. ഇന്ന് 68ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലനായി നാട്ടുകാരുടെ ദാഹമകറ്റാൻ ഷൗക്കത്ത് അലി എന്ന കുഞ്ഞാപ്പ സോഡയുമായി എത്തുന്നുണ്ട്. ഇന്ന് ചാലിയാറിലും ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമമുണ്ട, ചെമ്പൻകൊല്ലി ഭാഗങ്ങളിലും കുഞ്ഞാപ്പയുടെ ചാലിയാർ സോഡയാണ് ഹീറോ. ഞാൻ 1970 മുന്നേ തുടങ്ങിയിരുന്നു, 68-69. അപ്പോൾ ഞാൻ നിലമ്പൂരിൽ സോഡ കൊണ്ടിരുന്നു. നിലമ്പൂർ വില്ലേജ് ഓഫീസിൻ്റെ നേരെ മുന്നിൽ സോഡ, വാപ്പല സോഡ കമ്പനി. അവിടെ ഞാൻ കളത്തങ്കടയിൽ ഇപ്പോഴത്തെ മാനവത ഹൈസ്കൂളില്ലേ, അതിലായിരുന്നു സൈക്കിൾ വലിയ വരുള്ളൂ. അതിലിറക്കിയിട്ട് പുഴയക്കൂടെ വന്നിട്ട് തോണിന് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഇപ്പോഴത്തെ മാതിരി റോഡ് ധാറിങ്ങില്ല, ഒക്കെ കട്ട റോഡാണ്. പൂന്തിയോണം പൊടിയും കല്ലൊക്കെ ആണ്. അപ്പോൾ സൈക്കിളുമ്പോൾ 2 ട്രിപ്പൊക്കെ ഞാൻ അകമ്പാടത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ബാപ്പി വന്നിട്ടുണ്ട്, അപ്പോൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെ ഗോലി സോഡയുടെ കാലം മുതൽ കുഞ്ഞാപ്പയുടെ സോഡ ചാലിയാറിലുണ്ട്. 13ാമത്തെ വയസ്സിൽ കച്ചവടത്തിനിറങ്ങുമ്പോൾ ഗോലി സോഡയ്ക്ക് വില 10 പൈസ. കടക്കാരുടെ കമ്മീഷൻ കിഴിച്ച് കുഞ്ഞാപ്പയ്ക്ക് കിട്ടുന്നത് 7 പൈസ. കളർ സോഡയ്ക്ക് അന്ന് 15 പൈസ വിലയുള്ളപ്പോൾ 5 പൈസ കമ്മീഷൻ നൽകണം. ഇന്ന് ആ 7 പൈസയുടെ സ്ഥാനത്ത് കുഞ്ഞാപ്പയ്ക്ക് സോഡ ഒന്നിന് കിട്ടുന്നത് 7 രൂപയാണ്. അത് സോഡയ്ക്ക് 10 പൈസയാണ്. അതിന് 3 പൈസ കമ്മീഷനും 7 പൈസ ഞങ്ങൾക്കും കിട്ടും. പിന്നെ അന്ന് ചായക്കും 10 പൈസ ഉണ്ട്. പിന്നെയാണ് അന്ന് ഈ കളറുണ്ടായിരുന്നു. കളറിന് 15 പൈസ, 5 പൈസ കമ്മീഷനും 10 പൈസ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇവിടെ 39-40 വർഷം പോലെ. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് വീട്ടിലെ കമ്പനി ഇട്ടത്. പിന്നെ ഞാൻ അകമ്പാടത്തൊക്കെ വാങ്ങി മദ്രസൻ്റെ കെട്ടിടമാക്കി. ഇപ്പം ഞാൻ അവിടെ ഇപ്പോൾ 4 വർഷമായി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് വട്ടേക്കോട്, പിന്നെ മോഡേണ റോഡ് വട്ടേക്കോട് ഇപ്പോൾ താമസം പറഞ്ഞാൽ സോഡ കമ്പനിക്കായിട്ട് വാങ്ങിയതാണ്. നിലമ്പൂരുകാരനായ ഷൗക്കത്ത് അലി 40 വർഷമായി ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോടാണ് താമസം. ആദ്യമായി കച്ചവടത്തിനിറങ്ങുമ്പോൾ പിതാവ് നൽകിയ ഒരു ഗോലി സോഡ ഇന്നും ഷൗക്കത്ത് അലി നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം പിതാവിൻ്റെ കാലത്ത് സോഡ നിർമ്മിച്ചിരുന്ന പഴയ സംവിധാനങ്ങളെല്ലാം വേട്ടേക്കോട്ടെ സോഡ ഫാക്ടറിയിൽ ഷൗക്കത്ത് അലി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് പാലമില്ലാത്ത കാലത്ത് സൈക്കിൾ ചവിട്ടിയും തോണിയിൽ കയറിയും സോഡ കച്ചവടം നടത്തിയത് ഇന്നലെ എന്നതുപോലെ ഷൗക്കത്ത് അലിക്ക് ഓർമ്മയുണ്ട്. വിവിധ ഇനം ശീതളപാനീയങ്ങൾ വിപണി കീഴടക്കുമ്പോഴും കുഞ്ഞാപ്പയുടെ സോഡയ്ക്ക് ഇന്നും ആവശ്യക്കാർ ഏറെയാണ്. സോഡ ഉണ്ടാക്കുന്നതും വിപണനം നടത്തുന്നതും കുഞ്ഞാപ്പ തന്നെ. സഹായികളായി മക്കളായ ഫൈസലും റഷീദും ഒപ്പമുണ്ട്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.